നമസ്കാരം. മൈഫിൻ ടി വി ഇത്തവണ ബഡ്ജറ്റിനോടനുബന്ധിച്ച് വിപുലമായ പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന് മുതൽ ബഡ്ജറ്റിൻ്റെ അന്ന് വരെ അടുത്ത 10 ദിവസത്തേക്ക് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ബഡ്ജറ്റിൻ്റെ ഓരോ സെക്ടറുകളെ അധികരിച്ചുള്ള ചർച്ചയുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. ബഡ്ജറ്റിൽ പരാമർശിക്കാൻ സാധ്യതയുള്ള ഉദാഹരണത്തിന് ഡിഫൻസ്, അഗ്രികൾച്ചർ, റെയിൽവേ തുടങ്ങിയ മേഖലകളെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി മൈഫിൻ ടി വിയുടെ ഒരു റിസർച്ച് ഡെസ്ക് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തരായ ഈ മേഖലയിൽ പരിചയസമ്പന്നരായ ആൾക്കാരാണ് റിസർച്ച് ഡെസ്കിലുള്ളത്. CFA ക്വാളിഫിക്കേഷനുള്ള 2 പേരുണ്ട്. ACC പാസ്സായ തീർത്ഥയുണ്ട്. അനില എക്കണോമിക്സിൽ MPhil-ലാണ്. ഈ തരത്തിൽ വെൽ ക്വാളിഫൈഡ് ആയ ആളുകളുടെ ഒരു ടീമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസവും ഓരോ സെക്ടറുകളെക്കുറിച്ച് വ്യക്തമായ റിസർച്ച് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഓഹരി വിപണിയെക്കുറിച്ചിട്ടുള്ള വിശദമായ പഠനം നടത്തിയിട്ട് അതിനെക്കുറിച്ചിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ശ്രീ സൂരജ് നായർ നേതൃത്വത്തിലാണ് ആ ടീം സജ്ജമായിരിക്കുന്നത്. ശ്രീ സൂരജ് നായർ, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്? ഈ ബഡ്ജറ്റിന് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഇയറിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഏത് ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കാൻ നേരത്തും ഗ്ലോബലൈസ്ഡ് എക്കണോമിയിൽ എങ്ങനെയാണ് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അണ്ടർലൈനിങ് തീം. ബട്ട് ഇപ്രാവശ്യത്തെ ഒരു രസം എന്താ വെച്ചാൽ പ്രൊട്ടക്ഷനിസം ഉള്ള ഒരു എൻവയറൺമെന്റിൽ എങ്ങനെയാണ് ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ ട്രംപ് US ചാർജ് എടുത്തു. രണ്ടാമത് ടാരിഫിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ പ്രൊട്ടക്ഷനിസ്റ്റ് വേൾഡ് കുറച്ചുകൂടെ ഇത് ഉള്ളിലേക്ക് നോക്കി എങ്ങനെ ഒരു ഇന്ത്യയെ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ സെൽഫ് റിലയന്റ് ആക്കാം എന്നുള്ളതായിരിക്കും ഗവൺമെന്റ് ചലഞ്ച്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ഒരു മോഡി ഗവൺമെന്റ് അല്ല നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വളരെ സെൻസിറ്റീവ് ആണ് അവർ. കാര്യം അവർക്ക് സീറ്റ്സ് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള മെഷേഴ്സിലേക്ക് പോകണം. സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള റാഡിക്കൽ റിഫോംസ് ചിലപ്പോൾ മോഡി ഗവൺമെന്റ് പോയില്ല എന്ന് വരും. ഈ 3 പശ്ചാത്തലത്തിലായിരിക്കും ഈ ഗവൺമെന്റ് ഇപ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അതിനുവേണ്ടി നമ്മൾ ഇവിടെ പ്രിപ്പയർഡ് ആണ്. മൈഫിൻ ടി വിയുടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് വളരെ രീതിയിൽ പ്രിപ്പയർഡ് ആണ്. ഏത് സെക്ടറിലാണെങ്കിലും ആ സബ് സെക്ടറിലാണെങ്കിലും, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലാണ് എന്തെങ്കിലും ഒരു റിഫോംസ് മോഡി ഗവൺമെന്റ് അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ നമ്മളത് പല സെക്ഷൻസ് ആയിട്ടായിരിക്കും കവർ ചെയ്യുക. റോഡ്, പോർട്ട്, റെയിൽവേ, കൂടാതെ റെയിൽവേ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ റോഡ് എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനി, അങ്ങനെ വിപുലീകരിച്ച് വളരെ ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ. ഓരോ സ്റ്റോക്സിനും എന്താണ് ഈ മാർക്കറ്റിലെ റെലവൻസ്, ഗവൺമെന്റും അതല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററിന്റെ സ്പീച്ചിൽ ഒരു റിഫോം കൊണ്ടുവരുന്നെങ്കിൽ എവിടെയായിരിക്കും അത് ഹിറ്റ് ചെയ്യുന്നത്, എവിടെയായിരിക്കും അത് മിസ് ചെയ്യുന്നത് നമ്മൾ വിപുലീകരിച്ചത് കവർ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം നമ്മുടെ റിസർച്ച് ടീം സജ്ജമാണ്. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇനി ഞങ്ങൾ ബഡ്ജറ്റിലേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അനിൽ, സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ബഡ്ജറ്റ് കൊണ്ടുവരുന്നതെന്ന് കരുതുന്നത്? സാമ്പത്തികം ഇപ്പം സുരക്ഷ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവെ ഇക്കോണമിനെ ഒരു മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷനിസം എന്നൊരു നിലയിൽ നിൽക്കുമ്പോൾ തീർത്തും ഒരു മാക്രോ എക്കണോമിക് ലെവലിൽ, ഗ്ലോബൽ ലെവലിൽ തന്നെ എക്സ്ട്രീംലി എൻജറിൽ വലിയൊരു സിനോറിയയിലേക്കാണ് കടക്കുന്നത്. അപ്പം ട്രംപിന്റെ കേസ്, ഇപ്പം ട്രംപ് അധികാരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. താരിഫിലടക്കം വലിയ തോതിൽ ഇതുവരെയും FTA ആയിരുന്നു ആ രാജ്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പ്രധാനമായിട്ടും ഒരു സെൽഫ് റിലയൻസ് ആണ്, ഒരു നാഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള അത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയായിരിക്കും ട്രേഡ് പോളിസീസ്, മറ്റ് രാജ്യങ്ങളിലുള്ള ട്രേഡ് പോളിസീസ്, അവരുമായിട്ടുള്ള ട്രേഡ് നയങ്ങൾ എങ്ങനെയായിരിക്കും എന്നായിരിക്കും പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്ലസ് ഇപ്പം എന്റെ ഒരു ഫോക്കൽ പോയിന്റ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ബൈ 2030 ആകുമ്പോഴത്തേക്കും 7 ട്രില്യൺ ഇക്കോണമി അച്ചീവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ 2047 ആകുമ്പോഴത്തേക്കും വികസിത് ഭാരത് എന്നൊരു എയിമും ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു പ്രൈമറി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ വരിക ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രധാനമായിട്ടും ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നെസസിറ്റി എന്ന് പറയുന്നത് നല്ല റോഡ്സും അതിനോടൊപ്പം തന്നെ കണക്ടിവിറ്റിയുമാണ്. അതിനോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കണക്ടിവിറ്റി വന്നാൽ മാത്രമേ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊന്ന് റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ നിലവിലത്തെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ റഡാറിൽ നിന്ന് മാറി നിൽക്കുക, അത്ര ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം കൂടുതൽ പ്രൊമോഷൻ വരണം എന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ആക്ടിവിറ്റീസിന് കൂടുതൽ ഫണ്ട് വരേണ്ടി വരും. അതിനിപ്പം റോഡാണെങ്കിലും പോർട്ടാണെങ്കിലും മറ്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണെങ്കിലും അതിൽ ഫിസിക്കൽ ആയിട്ടുള്ളത് മാത്രമല്ല ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനും കൂടുതലായിട്ടൊരു അലോക്കേഷൻ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരിയാണ്, വളരെ കൃത്യമായ നിരീക്ഷണമാണ്. ജാസ്മിനാണ് നമ്മളുടെ ഹെൽത്ത് സെക്ടറും അഗ്രികൾച്ചർ സെക്ടറും ഒക്കെ ഒബ്സർവ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിരിക്കുന്നത്. എന്താണ് ജാസ്മിൻ്റെ ഒരു കാഴ്ചപ്പാട്?
സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഹെൽത്ത് സെക്ടറിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു GDP-യുടെ സിംഹഭാഗവും സംഭാവന ചെയ്യുന്നത് തീർച്ചയായിട്ടും അഗ്രികൾച്ചർ സെഗ്മെന്റ് ആണ്. അതിൽ ഒരുപാട് സബ് സെക്ടേഴ്സ് ഉണ്ട്. പൗൾട്രി ഉണ്ട്, അതോടൊപ്പം തന്നെ ഡയറി. നമ്മൾ പൊതുവെ സർഫേസിൽ മാത്രം തട്ടി പറയാതെ പൗൾട്രീനെ എങ്ങനെ അഫക്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ഡയറി മേഖലയെ എങ്ങനെ അഫക്ട് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മെഷീനറി കമ്പനീസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ട്രാക്ടർ അടക്കമുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനറി സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ മുന്നോട്ട് ബജറ്റിൽ എന്തായിരിക്കും വകയിരുത്തുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ നിലനിൽക്കുകയാണ്. ഈ 2070 ആകുമ്പോഴേക്കും 2047 ആകുമ്പോഴേക്കും വീക്ഷിത് ഭാരത് എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിനെ അത്ര അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാണ്ട് വിടില്ല മോദി ഗവൺമെന്റ്. തീർച്ചയായിട്ടും അതിനൊരു വലിയ സപ്പോർട്ട് കൊടുക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ എസ്പെഷ്യലി കർഷകർക്കിടയിലും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ സെക്ടറിലും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു വലിയ സപ്പോർട്ട് അഗ്രികൾച്ചർ മേഖലയ്ക്ക് ലഭിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ GDP അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മുന്നേറ്റം വരികയുള്ളൂ. തീർച്ചയായിട്ടും അഗ്രികൾച്ചർ മേഖലയിൽ ഒരു മുന്നേറ്റം വന്നാലാണ് അത് ഓട്ടോ സെക്ടറിലേക്ക് ബാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഇമ്പാക്ട് വരികയുള്ളൂ. എസ്പെഷ്യലി ഇപ്പോൾ മൺസൂൺ അതോടൊപ്പമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ വരുന്ന സമയത്ത് അഗ്രികൾച്ചർ മേഖലയിലെ പ്രൊഡക്ഷൻ കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു പർച്ചേസിംഗ് കപ്പാസിറ്റി, പ്രത്യേകിച്ച് 2 വീലർ 4 വീലർ അടക്കമുള്ള വാഹനങ്ങളുടെ ഒരു പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയുന്നു. അഗ്രികൾച്ചർ മേഖലയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓട്ടോ മേഖലയെ കൂടി അഫക്ട് ചെയ്യും. അത്തരത്തിൽ ഇതൊരു സൈക്കിളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു സെക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്. അഗ്രികൾച്ചർ, അതിന് വഴി ഓട്ടോ, അതുവഴി മെഷീനറീസ്, അതുവഴി മറ്റ് സബ് സെക്ടേഴ്സ്, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സൈക്കിൾ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മെയിൻ സെക്ടറിനെ മോദി ഗവൺമെന്റ് വലിയ രീതിയിൽ പിന്തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ശരിയാണ്. അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബഡ്ജറ്റിൽ തുക വകയിരുത്തുമെന്ന് പല മേഖലകളിലുള്ളവർ സൂചിപ്പിച്ചു കഴിഞ്ഞു. കർഷകർ സമരത്തിലാണ്. ആ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ITA എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാവിയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ആ മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്? ബഡ്ജറ്റ് ഏത് തരത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യുമെന്നാണ് ആനന്ദ് കരുതുന്നത്? ഈ IT, AI ആൻഡ് ടെക് മൂന്നും കോറിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പം ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ അഗ്രികൾച്ചർ ബാക്ക് ബോൺ ആണ്. അഗ്രികൾച്ചർ വളരെ നന്നായി കഴിഞ്ഞാൽ ഓട്ടോ സെക്ടറിലേക്ക് പോയേക്കാം, ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോയേക്കാം. ആ ഒരു സെയിം സൈക്കിൾ നമുക്ക് IT ആൻഡ് AI കാണാൻ പറ്റും. അതായത് ഇപ്പം റീസെൻ്റ്ലി മോഡി ഗവൺമെൻറ് എന്തായാലും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്തായാലും കൂട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം. വളരെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി അത് കാരണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ AI റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിന് നല്ലൊരു തുക മാറ്റിവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്ത, ട്രംപിൻ്റെ തന്നെ ഒരു 500 ബില്യൻ്റെ ഒരു AI പ്രോജക്റ്റ് നിലവിൽ സാങ്ഷനായി വന്ന് കിടപ്പുണ്ടത്. അതായത് ഡേറ്റാ സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതായത് ഒരു ഗ്ലോബലി AIക്ക് ടോട്ടലി ഒരു മുന്നേറ്റമുണ്ട്. സോ അതിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കൂടെ തന്നെ ഓട്ടോമേഷൻ, ഇപ്പം അഗ്രികൾച്ചർ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ടെക് ആണെങ്കിലും അതിൽ ഇനി വരുന്നൊരു കാലം എന്ന് പറയുന്ന ഒരു ഓട്ടോമേഷൻ്റെ ഒരു കാലമാണ്. സോ അതിനു വേണ്ടി ചിലപ്പം ടാക്സ് കുറയ്ക്കാം. IT സ്റ്റോക്സ് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലേക്ക് കമ്പനീസ് വരാൻ വേണ്ടി ടാക്സ് കുറയ്ക്കാം. അത് കാരണം നമുക്ക് IT സ്റ്റോക്സിന് വളരെ നല്ല മുന്നേറ്റം നമുക്കതിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നുള്ളതൊരു സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം, അതും ഫ്യൂച്ചറാണ്. സോ അതിനു വേണ്ടിയും ഗവൺമെൻറ്റ്സ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സ്മാർട്ട് സിറ്റീസ്, കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് സിറ്റീസിന് വേണ്ടി ഗവൺമെൻറ് നല്ലൊരു ഫണ്ട് അലോക്കേറ്റ് ചെയ്യാം. അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതും, അതായത് എക്കണോമി കുറച്ചും കൂടി ഒരു AI അല്ലെങ്കിൽ ഒരു നമ്മുടെ CEO പണ്ടൊരു ഓട്ടോ പൈലറ്റ് എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കോണമീനൊരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് തീർച്ചയായിട്ടും AI ആൻഡ് IT സെക്ടർ നല്ലപോലെ സഹായിക്കും. ശരിയാണ്. ശ്രുതിയാണ് ഗ്ലോബൽ എക്കണോമി നോക്കുന്നത്. ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഒരു രാജ്യത്തിനും ഇന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ടൊരു മുന്നേറ്റം സാധ്യമല്ല. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ ഒരു മുന്നേറ്റം സാധ്യമാകുള്ളൂ. ട്രംപിൻ്റെ വരവോടുകൂടി പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ശ്രുതിയുടെ ടേക്ക്? ഇപ്രാവശ്യത്തെ ബജറ്റിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ട്രംപ് ഇറക്കുമതി തീരുവയില് ഒരു മുന്നറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ട്രംപ് ആയിട്ട് മോദിയുടെ കൂടിക്കാഴ്ച ഈ മൺഡേ ആണ് നടക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് അറിയാം എന്താണ് ട്രംപ് ഇറക്കുമതി തീരുവയില് തീരുമാനിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇറക്കുമതി തീരുവയുടെ താരിഫ് റേറ്റ് കൂട്ടി തന്നെ നിർത്തുകയാണെങ്കിൽ നമ്മൾ
ഏഷ്യൻ വിപണിയിലേക്ക് പ്രൊഡക്റ്റുകൾ കയറ്റുമതി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അത്തരം ഒരു വെല്ലുവിളി എങ്ങനെ നേരിടും, അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവണം എന്നാണ് ഇന്ത്യൻ വ്യവസായ ലോകം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അനുസരിച്ച് വരുമോ എന്ന് ഒന്നറിയണം. ഇനി നമ്മൾ ഏഷ്യൻ വിപണിയിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഭീഷണിയായിട്ട് വരിക ചൈനയായിരിക്കും. കാരണം അമേരിക്കയുടെ ഉപരോധം വരിക ചൈനയ്ക്കാണ് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ഉപരോധം വരുമ്പോൾ ചൈന സ്വാഭാവികമായിട്ട് ഏഷ്യൻ വിപണിയിലേക്ക് കയറ്റുമതി കൂട്ടും. അത് ചീപ്പ് റേറ്റിലാണ് ചൈനയുടെ കയറ്റുമതി എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ നമ്മൾ എന്ത് തന്ത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് എന്ത് നൽകും എന്നുള്ളതാണ്. കാരണം വിദേശ നിക്ഷേപകരെ ഇന്ത്യയിൽ എത്തിച്ച് ഇവിടെ നിക്ഷേപം നടത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാണ്. അപ്പൊ ആ പദ്ധതിയിൽ നിന്ന് പദ്ധതിയിൽ ഇപ്പൊ തന്നെ വിദേശ നിക്ഷേപകര് US മാർക്കറ്റിലൊക്കെ ഭൂമി കണ്ടിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ നിക്ഷേപം പിൻവലിച്ചു കഴിഞ്ഞു. അപ്പൊ അവരെ തിരിച്ചെത്തിക്കാൻ പറ്റുന്ന രീതിയിൽ സബ്സിഡി കുറയ്ക്കുക, അത്തരത്തിൽ എങ്ങനെയായിരിക്കും പ്രഖ്യാപനങ്ങൾ വരിക എന്നുള്ളതാണ് നോക്കുന്നത്. തീർത്ത സാലറി ആയിട്ടുള്ള എല്ലാ ആൾക്കാരും നോക്കുന്നത് IT സ്ലാബിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. പല മേഖലകളിൽ നിന്നും IT സ്ലാബ് 10 ലക്ഷം ആക്കണം, ആദായ നികുതി സ്ലാബ് 10 ലക്ഷം ആക്കി മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിലും ഡൽഹി തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് ഡൽഹി. അപ്പം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലൊരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? ഈ വർഷത്തെ 25-26 ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അത്രയും സർപ്രൈസസ് ആക്ച്വലി ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. വലിയ രീതിയിലുള്ള റീസ്ട്രക്ചറിങ് ഉണ്ടാവും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സ്, ടാക്സ് പേയേഴ്സിന്റെ ആ കാറ്റഗറി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വരെ 7 lakhs വരെ ആയിരുന്നു ടാക്സ് ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു പിന്നെ സ്ലാബും അതിന്റെ പെർസെന്റേജ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ വർഷം ഈ പറഞ്ഞ പോലെ 10 lakhs കഴിഞ്ഞിട്ട് ആയിരിക്കും ഒരു ടാക്സ് വരുന്നതും അതിന്റെ സ്ലാബും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ 15 lakhs to 20 lakhs ആനുവൽ ഇൻകം വരുന്നവർക്കാണ് പിന്നെ 25% ഓഫ് ടാക്സ് ഇൻക്രീസ് പറയുന്നുണ്ട്. അതുപോലെ എക്സംഷനും ഡിഡക്ഷനും ഇതുപോലെ ഇൻകം ടാക്സിൽ അതിൽ കുറെ ന്യൂ റെജിമിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് മുന്നേ നമ്മൾ റിഡക്ഷൻസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എക്സംഷൻസ് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഈ വർഷം തൊട്ട്, അതായത് 25-26 ബഡ്ജറ്റ് തൊട്ട് ഉണ്ടാവില്ല. അതിൽ കുറെ ചേഞ്ചസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നോക്കുകയാണെങ്കിൽ അതിൽ വലിയ രീതിയിലൊരു ഫ്രെയിം വർക്കിൽ ഒരു വ്യത്യാസം റീസ്ട്രക്ചറിങ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റിലാണ് നമുക്കിത് പ്രതീക്ഷിക്കുന്നത് എന്താ വരാൻ പോകുന്നത് നോക്കാനുള്ളത്. കാരണം ലാസ്റ്റ് 2024-25 ബഡ്ജറ്റില് അവരുടെ അതിൽ റിയൽ എസ്റ്റേറ്റിന്റെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് 4% ഓഫ് റിയൽ എസ്റ്റേറ്റിൽ ഒരു ഡൗൺഫോൾ കണ്ടിരുന്നു ഇൻഡസ്ട്രിയിൽ. അപ്പം ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു ബേസിക് കൾച്ചർ വെച്ചിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വീട് വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തമായിട്ടൊരു സ്പേസ് വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ നിൽക്കെ മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് ഏബിൾ ടു അഫോർഡ് ഇറ്റ്. ഈ ഒരു ബിക്കോസ് ഈ റിയൽ എസ്റ്റേറ്റിന്റെ ഇൻക്രീസ് ബാക്കി കാര്യങ്ങളൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് നിലനിൽക്കെ നമ്മൾ ഇൻഡസ്ട്രിയിലെ റിസർച്ചേഴ്സ് കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് റെന്റൽ ഇൻകം ഇത്ര വരെ എക്സെപ്ഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ ഇൻകം ഇൻട്രസ്റ്റ് ഇത്രയും റിഡക്ഷൻസ് ചെയ്യാം, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻസ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അതൊക്കെ നമുക്കിനി പ്രഡിക്ഷൻസ് വരുമ്പോൾ നോക്കാം. തീർച്ചയായും സാധാരണ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച, മലയാളികളുടെ ചർച്ച, നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. സാജൻ ജോസഫ് എന്ത് കരുതുന്നു? തീർച്ചയായിട്ടും മൈഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് ഒരു ഉത്സവമാണ്. നമ്മൾ വളരെ ഒരു ടീം സെറ്റാണ്, വലിയൊരു റിസർച്ച് വിങ് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം മാനേജ്മെൻറ്റ് ഈസ് ഹാപ്പി, കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി മിസ്റ്റർ സൂരജ് അദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഒരു 20-30 വർഷത്തെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ള മൂവ്മെൻറ്റും ഇപ്പോൾ മോത്ത് ഫിനാൻസ് പോലൊരു സ്ഥാപനം അതിനെ ഡെവലപ്പ് ചെയ്ത ഒരു ലെവലിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു ബാക്ക് എൻഡിൽ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഇൻഫർമേഷൻസ് നമ്മളുടെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ ഈ ബഡ്ജറ്റിലൂടെ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ജാസ്മിൻ, അല്ലെങ്കിൽ സുധി, തീർത്ത, അനില, ആനന്ദ്, ഇപ്പം കംപ്ലീറ്റ്ലി ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ബിസിനസ്, ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് അറിയാവുന്ന ഒരു ടീം നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പം ബഡ്ജറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത് മൈഫിൻ്റെ ഡേ ആണെന്നാണ്. നമ്മൾ വാഗ്വാദങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫാക്റ്റും ഫിഗേഴ്സും നമ്പേഴ്സും വെച്ചിട്ട്
മേ ബി ഗവൺമെൻറ് വരെ ഐ ഓപ്പണർ ആവാവുന്ന തരത്തിലുള്ള പല ഡിസ്കഷൻസുമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഫിനാൻസിന് അപ്പുറത്തേക്ക് ആർക്കും അത് വാച്ച് ചെയ്യുന്നത് ഒരു വർത്താണ്. ആ ഒരു ടൈം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. പ്രത്യേകിച്ചും ബഡ്ജറ്റിന് മുമ്പുള്ള 10 ദിവസവും, ബഡ്ജറ്റ് ഡേ ആൻഡ് ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു 3-5 days. അപ്പോൾ സാർ പറഞ്ഞ പോലെ നമുക്ക് കേരളത്തിന് എന്ത് കിട്ടുമെന്നുള്ളൊരു ചോദ്യം പരമപ്രധാനമാണ്. നമ്മൾ സാധാരണഗതി കാണാറുള്ളത് വില കൂടി, വില കുറഞ്ഞു. അപ്പോൾ അത് എൻ്റെ പോക്കറ്റിൽ എത്ര കൂടും, എൻ്റെ പോക്കറ്റിൽ എത്ര കുറയും എന്നുള്ളതാണ് നോക്കാറുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു പോളിസി അനുസരിച്ച്, അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ ഒരു കോമൺ ഫാക്ടറാണ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സബ്സിഡീസ് കൊടുക്കണം, MSME ഉയർത്തിക്കൊണ്ടുവരണം, സ്റ്റാർട്ടപ്പുകൾക്ക് സബ്സിഡി കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇൻഡസ്ട്രീസിന് സബ്സിഡീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പാക്കേജുകൾ വരും. അപ്പോൾ അതൊക്കെ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട് പോകുമ്പോൾ അതെല്ലാം കേരളത്തിന് പുറത്താവാനാണ്, അതിൻ്റെ ബെനിഫിഷ്യറീസ് കേരളത്തിന് പുറത്താവാനാണ് സാധ്യത. അപ്പോൾ ഒരു ബഡ്ജറ്റിൽ, ഒരു സെൻട്രൽ യൂണിയൻ ബഡ്ജറ്റിൻ്റെ സമയത്ത് കേരളത്തിനെ മാത്രമായിട്ടൊരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് നമ്മളെ ട്രീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിനൊരു ഇപ്പോൾ എൻ്റെയർ നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ വേറൊരു ബഡ്ജറ്റ് തന്നെ വേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ UP-യിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സ്റ്റേറ്റിലെയോ ഒരു ജനറൽ കൺസെപ്റ്റിൽ കേരളത്തിൻ്റെ ആൾക്കാരെ വിലയിരുത്തിയിട്ട് അവർക്കൊരു ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിരുന്നതിൽ IIM-ൽ നിന്ന് ഉൾപ്പെടെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് ഉള്ള തൊഴിൽ ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് കൊണ്ട് മാത്രം, സ്റ്റാർട്ടപ്പിൽ എപ്പോഴും ടെക്നോളജി ഓറിയൻറ്റഡാണ്. അപ്പോൾ അതിൽ കുറഞ്ഞ എംപ്ലോയ്മെൻറ്റ്, ടെക്നോളജി കൂടുതൽ യൂസ് ചെയ്യുന്നു. അവിടെ എംപ്ലോയ്മെൻറ്റ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ, ടൂറിസത്തിൽ, നമ്മൾ എന്നും പറയുന്ന ഒരു കൺസെപ്റ്റിൽ അതിൽ ഹ്യൂജ് ഫണ്ടിങ് വേണ്ടി വരും, ഹെൽത്ത് കെയറിൽ. അപ്പോൾ അതിലൊരു പോസിറ്റീവ് നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളത്, ഇപ്പോൾ ശ്രീ JP നദ്ദ, അദ്ദേഹം പുതിയ മിനിസ്ട്രിയിലുള്ള പുതിയ ആളാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയിൽ, ഹെൽത്ത് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ വലിയൊരു ഫണ്ടിങ് ബഡ്ജറ്റിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ശ്രീ ചൗഹാൻ, ശിവരാജ് ചൗഹാൻ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ സെക്ടറാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിനും നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്ടറും സബ് സെക്ടറിനെയും അഡ്രസ്സ് ചെയ്യാൻ വിധത്തിലുള്ള ഫണ്ട് കിട്ടുകയോ ചോദിച്ച് മേടിക്കുകയോ ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 സെക്ടറും നല്ല രീതിയിൽ ഫണ്ടിങ് വരികയും ഈ 2 സെക്ടറിലും കിട്ടുന്ന, അഗ്രികൾച്ചർ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും കിട്ടുന്ന ഫണ്ടിങ് കേരളത്തിന് എത്ര കിട്ടും എന്നുള്ളതാണ്. കേരളം പലപ്പോഴും പാക്കേജസ് ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യവും കിട്ടാനുള്ള ചാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ കുറവ് തന്നെയാണെന്നാണ് നമ്മളുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഒരു കൺക്ലൂഷൻ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട 5 മേഖലകളാണുള്ളത്. കേരളത്തിന് ലഭിക്കേണ്ടത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ഇൻഡസ്ട്രി സെക്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ, ടൂറിസം ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു സെക്ടർ, ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ദെൻ ഓഫ് കോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു വിഹിതം നമുക്കും കിട്ടാം. പിന്നെ അതിൻ്റെ അലോക്കേഷൻ എവിടെ, ഏതൊക്കെ പാലത്തിന്, ഏതൊക്കെ റോഡിന്, ഏതൊക്കെ ഹോസ്പിറ്റലിനുള്ളത് പിന്നീടായിരിക്കാം അല്ലേ. സാധാരണഗതിയിൽ അങ്ങനെയല്ല, ബഡ്ജറ്റ് വന്നതിന് ശേഷം ഒരു 1 month ചർച്ചകളായിരിക്കും അല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ എന്നും പറയുന്നത് തന്നെയാണ്, ഈ പ്രാവശ്യം നമുക്ക് കൈ അയച്ച് തരിക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. നമ്മൾ പിടിച്ചു തരാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ജനറലൈസ് ആയിട്ട് മാത്രം മാറും, സെൻട്രൽ ഒരു ബഡ്ജറ്റായിട്ട് മാറും. തീർച്ചയായും സിയ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഈ ബഡ്ജറ്റ് കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയല്ല. സത്യത്തിൽ നമ്മൾ ബഡ്ജറ്റിൻ്റെ അന്ന് മുതൽ തുടങ്ങുകയാണ്. ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഓരോ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായ ചർച്ചകൾ നടത്തും, അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും, എന്തായി അതിൻ്റെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ജനങ്ങളിൽ നിന്ന് പ്രതികരണം എടുക്കും. അങ്ങനെ വിപുലമായ പരിപാടികൾ ഇതിന് ശേഷവും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്താണ് ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ മൈഫിൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മൈഫിൻ കാണുന്ന ഒരാൾക്ക് എന്താണ് ആ ദിവസം കിട്ടുന്നത്? മറ്റ് ഒരു ചാനൽ, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ടീം ഇത്രയും സ്ട്രോങ് ആയൊരു ടീം ഇത്രയും റിസർച്ച് ചെയ്തിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം മറ്റ് ചാനലുകളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ സ്റ്റോക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് എല്ലാ പ്രോഗ്രാംസും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നടക്കുന്ന വാർത്ത ഉൾപ്പെടെയുള്ള എല്ലാ നമ്മുടെ പ്രോഗ്രാംസും ബഡ്ജറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ വാർത്തകളിലും പ്രധാനപ്പെട്ട ഭാഗം ബഡ്ജറ്റിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ശ്രീ സൂരജിന് പറയാനുള്ള ഇതിൽ ഞാൻ
സാറ് പറഞ്ഞതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോ ഈ ഒരു നമ്മുടെ ഡിസ്കഷന് മുമ്പേ തന്നെ റിസർച്ച് ടീമിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായി. അതിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ വെച്ചാല് സാധാരണ നമ്മൾ പണ്ട് അതിൽ ഒരു ഒരു ക്ലിയർ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. അതായത് കോവിഡിന് മുമ്പേ നമ്മൾ എത്രയോ ബഡ്ജറ്റുകൾ നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നു. ഒരു അനലിസ്റ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫണ്ട് മാനേജർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ. സാർ, നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ കാണുന്നുള്ളൂ. റോഡ്, പോർട്ട്, റെയിൽവേ, ഇങ്ങനെ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കോവിഡിന് ശേഷം വന്ന മാറ്റം എന്ന് വെച്ചാൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടി. അതായത് ഓപ്റ്റിക് ഫൈബർ കേബിളിന്റെ ലേയിങ് എങ്ങനെയാണ്, ടെലികോം ടവേഴ്സ് എങ്ങനെയാണ്, നമ്മുടെ ആ ഒരു ഷിഫ്റ്റ് തന്നെ ആ തോട്ട് പ്രോസസ്സിൽ അബ്സല്യൂട്ട്ലി ഒരു ചേഞ്ച് ചെയ്തു എന്നുള്ള. ഇപ്പൊ മൈഫിൻ TV നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചാൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും എങ്ങനെയാണ് ഇമ്പാക്ട് വരുന്നത്. ആ ഇമ്പാക്റ്റിൽ തന്നെ ഒരു സസ്റ്റൈനബിലിറ്റി, അതായത് ഒരു ഗ്രീൻ എനർജി ഇനിഷ്യേറ്റീവ്സ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെയുള്ള പല ലെവലിലെ ആംഗിളിലുമാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റോക്സ് കവർ ചെയ്യുന്നതും ന്യൂസ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ള ചാനലുകൾ പോലും അങ്ങനെ ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കാം. പ്രോബബ്ലി ഫസ്റ്റ് ടൈം നമ്മൾ നിരന്തരം മീറ്റിംഗ് ചെയ്ത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്ത് പല പോളിസി ഇനിഷ്യേറ്റീവ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നോക്കി നമ്മൾ എവിടെയാണ് ഇതിൽ ലാർജർ സൊസൈറ്റിയിൽ ഇമ്പാക്ട് വരുന്ന രീതിയിൽ ഒരു റെസ്പോൺസിബിൾ ചാനൽ എന്ന രീതിയിൽ വെറും ഒരു കാര്യം അവതരിപ്പിക്കുക എന്നല്ല. 4 സ്റ്റോക്സ് ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് വരികയാണെങ്കിൽ ഒരു 4 സ്റ്റോക്കുകൾ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല, സസ്റ്റൈനബിൾ ആയി ഒരു ഇൻവെസ്റ്ററിന് അതുകൊണ്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ ക്വാളിറ്റി കമ്പനിയാണോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ള വലിയൊരു സ്റ്റഡി നടത്തിയിട്ട് തന്നെയാണ് ഈ റിസർച്ച് ടീം പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ വലിയൊരു എക്സസൈസ് നമ്മുടെ പുറകിൽ നടക്കുന്നുണ്ട്. ഒരുപാട് സ്പ്രെഡ്ഷീറ്റ്, അനാലിസിസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂസ്, അനലിറ്റിക്സിന്റെ യൂസ്, ഇതെല്ലാം ചെയ്ത് നമ്മുടെ ടീം അതിന് സജ്ജമാണ്, പ്രിപ്പയർഡ് ആണ്. ഇതൊരു ഫെസ്റ്റിവൽ തന്നെ ആയിരിക്കും. നമ്മുടെ CEO പറഞ്ഞ പോലെ എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന, കാണാവുന്ന രീതിയിലായിരിക്കും മൈഫിൻ TV നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും. കേരളത്തിൻ്റെ 2 കാര്യം ആഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ കേരളത്തിനാണല്ലോ എൻ്റെ ഒരു റോള് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ശബരിമല എയർപോർട്ട് അതിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് വെക്കണം. വയനാടിന് നമ്മൾ പലപ്പോഴും അതെ പുനരധിവാസത്തിനൊരു എമൗണ്ട് നമ്മൾ ആസ് എ കേരള ആൾക്കാരെന്നതിൽ അത് പ്രതീക്ഷിക്കും. കാരണം നമ്മളിപ്പോൾ ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ ഇപ്പോൾ വിൻഡ് എനർജി, ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡീസോ അതിൻ്റെ ഇൻഡസ്ട്രീസിൻ്റെ സ്കീംസോ ഒന്നും നമുക്ക് ഡയറക്റ്റ്ലി കിട്ടത്തില്ല. നമുക്ക് ഓട്ടോ മാനുഫാക്ചറിങ് കമ്പനി ഇല്ല. MSMEs മാനുഫാക്ചറിങ് ലെവലുകൾ വളരെ കുറവാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റും നമ്മൾ ഇപ്പം മറ്റു സ്റ്റേറ്റിലാണെങ്കിലും അവിടെ പോയി ഈ കാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് അടുത്ത ഒരു 3 ഇയർ കഴിഞ്ഞാണെങ്കിലും ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് UPയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ പോയി നമ്മുടെ യൂത്തിന് ജോലി ചെയ്യാവുന്ന രീതിയിലോട്ട് അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവണം. അതിനുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം വരണം. ഇപ്പം നമ്മൾ വെറുതെ സിലബസിൽ എല്ലാം പഠിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഫോക്കസ്ഡ് ആയിട്ട് സബ്ജക്റ്റ് അല്ലേ, അതിനുള്ള ഒരു ഫണ്ടിങ് ഉൾപ്പെടെ മാറ്റി വെക്കേണ്ടി വരും. ഇപ്പം നമ്മൾ പലർക്കും AI പോയപ്പോൾ തൊഴിലില്ലാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സ്കില്ലില്ലാത്തത് പോയതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ഫണ്ടിങ് വരുമ്പോൾ അത് കേരളത്തിന് ബെനിഫിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ബഡ്ജറ്റ് ദിനത്തിൽ ലൈവ് ടിവിയുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ഷോസ് ആണ് ഉണ്ടാകുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു 10 ദിവസത്തെ പരിപാടി നേരത്തെ നമ്മുടെ CEO പറഞ്ഞ പോലെ മൈഫിൻ ചെയ്യുന്നുണ്ട്. ആദ്യ ദിവസം നമ്മൾ അഗ്രികൾച്ചർ ചെയ്തു. മേ ബി ഇനി വരും ദിവസങ്ങളിൽ ഡിഫൻസ് ഉണ്ടാവും, റെയിൽവേ ഉണ്ടാവും, ടൂറിസം ഉണ്ടാവും, ഹെൽത്ത് കെയർ ഉണ്ടാവും. ഓരോ ദിവസവും നമ്മൾ അവതരിപ്പിക്കാൻ നേരത്ത് ആ സെക്ടറിന് അസോസിയേറ്റഡ് ആയിട്ട് ബെനിഫിറ്റ് ചെയ്യാവുന്ന കമ്പനികളും അതിന്റെ സ്റ്റോക്സിനെയും കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത് എന്തുകൊണ്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ ഇതൊരു വാച്ച് ലിസ്റ്റിലേക്ക് ആക്കാം. അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് ഇതൊരു ലാർജർ ഇമ്പാക്ട് വരുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്, ഇതിന്റെ ഭാവി എന്താണ്, ഫ്യൂച്ചർ ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്നൊക്കെ ഉള്ളതിന്റെ ഒരു പ്രിഫേസ് അവതരിപ്പിച്ച് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഈ 10 ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൾമിനേറ്റ് ചെയ്യുന്നത് ബഡ്ജറ്റ് ഡേ ആണ്. ഈ ബഡ്ജറ്റ് ഡേയിൽ നമ്മൾ ഏതാണ്ട് ഒരു ഇത്രയും സ്റ്റോക്സ് കവർ ചെയ്യുന്ന എല്ലാ സെക്ടറിലെ സ്റ്റോക്സും കൂടി പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ച് ഇത് എങ്ങനെയാണ് ഗുണമാവുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബഡ്ജറ്റിന് മുമ്പേ ഒരു പ്രീ ബഡ്ജറ്റ് സെഷൻ ആയിട്ട് നമ്മൾ ഇതിനെ ഒരു പുതിയൊരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവലോകനം നമ്മൾ ഇത് കൊണ്ടുവരുന്നുണ്ട്. അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. മൈഫിൻ TVയുടെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കുന്ന ആൾക്കാരായാലും ശരി, അവതരിപ്പിക്കുന്ന രീതിയായാലും ശരി, ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും അതിനൊരു വ്യത്യസ്തമായിട്ട് കീപ്പ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബഡ്ജറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും. പോസ്റ്റ് ബഡ്ജറ്റ് സെഷൻ ആയിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആയിട്ട്, സ്പെസിഫിക് അജണ്ടയായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ബഡ്ജറ്റിന്റെ ടോട്ടൽ നേരത്തെ നമ്മുടെ
ഡെസ്കി എന്ന് പറഞ്ഞ പോലെ ഇതോടുകൂടി ഞങ്ങളുടെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ ജോബും പ്രൊഫൈലും വിഷനും ഒന്നും ഇതോടുകൂടി നിൽക്കുന്നില്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ബഡ്ജറ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആയി എടുത്ത് വരും മാസങ്ങളിൽ പോലും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പരിപാടി, എങ്ങനെ ഒരു സെക്ടർ ആ പൈസ വിനിയോഗിച്ചു, ആ ബിസിനസ് എങ്ങനെ നമ്മൾ ഏതെങ്കിലും സജസ്റ്റ് ചെയ്ത സ്റ്റോക്സ് എങ്ങനെ പെരുമാറി എന്നുള്ളതൊക്കെ അവതരിപ്പിച്ച് ഒരു സീരീസ് ആയിട്ട് അടുത്ത ബഡ്ജറ്റ് വരെ ഇത് ട്രാവൽ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശ്രീ സൂരജ് നായർ പറഞ്ഞതുപോലെ നമ്മളൊരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30-ക്കുള്ള ബിസിനസ് ന്യൂസിൽ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനുശേഷം 7 മണി മുതൽ 7:30 വരെ എല്ലാ ദിവസവും ബഡ്ജറ്റിനെ അനുബന്ധിച്ചുള്ള ചർച്ചകളാണ്. ബഡ്ജറ്റിൻ്റെ അന്ന്, ബഡ്ജറ്റിന് ശേഷം പ്രമുഖ വ്യക്തികളെയും സബ്ജക്റ്റ് എക്സ്പേർട്സിനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ബഡ്ജറ്റ് ചർച്ചയുണ്ട്, പ്രീ ബഡ്ജറ്റ് ചർച്ചയുമുണ്ട്. ഇങ്ങനെ വിപുലമായ പരിപാടികളാണ് മൈഫിൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ബഡ്ജറ്റിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്നത്. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ഇത്ര വിപുലമായ പരിപാടികൾ മറ്റൊരു ടി വിയിലും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. അത്ര ശക്തമായൊരു ടീമാണ് ഇതിനൊപ്പം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മറക്കാതെ കാണുക മൈഫിൻ TV.